മഴ ഇനിയൊന്നു കേളവിട്ടി നീ ഒന്നെന്റെ പിള്ളേളു നീ ഒന്ന് വേപ്പാനോ നായിക്കാമോ എന്നത് എല്ലാം പോലെ കേളവിട്ടി നീയും നിന്റെ പിള്ളേർ വരും വന്ന് പിഴഞ്ഞ് കയറിയേ അറിയൂ. അതാണ് ഒരു പണിക്ക ചെറുക്ക മുന്നിപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ കുളം പിടിച്ചുകൊണ്ടല്ലേ ചെന്നത്. ആന വന്ന ചൂരൽ മറഞ്ഞു തന്നെ ചെന്ന് കയറാനും ഓട്ടിച്ചു കൊണ്ടുപോയി അത്രയും ദൂരം ചെന്ന് തള്ളിയിട്ട് ചവിട്ടി കൊന്നു. എന്നെ വനത്തും വെച്ചൊക്കെ ഓട്ടിച്ചു. കുന്തിരിക്കൊക്കെ ഉണ്ടോ വനത്തില്? ഉണ്ട് ഉണ്ടല്ലോ. ഇപ്പൊ ആരുമില്ല. ഇപ്പൊ മൃഗങ്ങളുടെ ശല്യം കൂടുതലായാലും വനത്തിൽ കയറുന്നില്ല. നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ് എന്റെ വനയാത്രകളില് ഞാൻ എപ്പോഴും വരുന്ന ഒരു സ്ഥലമാണ് അരിപ്പ. അരിപ്പയിലെ പോട്ടമാവ് കോളനിയിലാണ് രാമേന്ദ്രൻ കാണിച്ചേട്ടൻ, സുകുമാരൻ കാണിച്ചേട്ടൻ. അപ്പോ ഇത് 85 വയസ്സ്, ഇത് 72 വയസ്സ്. ഇവരൊക്കെ വനത്തിലെ ജോലിക്കാരും അതുപോലെ വനത്തിലെ വനവിഭവങ്ങൾ ശേഖരിച്ചൊക്കെ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. ഇപ്പൊ ചേട്ടന് വയ്യ. അപ്പൊ ആന ഇറങ്ങുന്ന സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത്. അപ്പുറത്ത് ഇപ്പോൾ ഫെൻസിങ് ഒന്നുമില്ല, അതിന് പകരം നല്ല ഒരു കിടങ്ങ് കുടിച്ചിട്ടുണ്ട്. അപ്പോ ആനകൾ ഇപ്പൊ അപ്പുറത്ത് വന്ന് ഇവരെ കണ്ട് സല്യൂട്ട് അടിച്ചിട്ട് പോകുന്ന പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നപ്പോഴാണ്, പോട്ടമാവ് കോളനിയാണിത് കേട്ടോ, തിരുവനന്തപുരം ഡിവിഷനിലെ കൊളത്തൂപ്പുഴ റേഞ്ചിലെ സ്ഥലമാണ്. അപ്പോൾ മനോഹരമായ വനപ്രദേശം, അതുപോലെ വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ്. ഒത്തിരി ആൾക്കാർ താമസിക്കുന്ന സെറ്റിൽമെന്റ് ആണ് പോട്ടമാവ് കോളനി. നിങ്ങൾക്കറിയാം, വനവിഭവങ്ങൾ ശേഖരിക്കുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട്. ചേട്ടനൊക്കെ കുന്തിരിക്കവും തേനും ഇല്ലയോ ഇഞ്ചിയൊക്കെ എടുത്തോണ്ടിരുന്നാണോ ചേട്ടൻ പോരുന്നല്ലേ? ഇപ്പൊ ഇവർക്കൊന്നും വയ്യ. ചേട്ടൻ പണിക്കൊന്നും പോകുന്നില്ല, വാദത്തിന്റെ അസുഖമാണ്. അപ്പൊ ചേട്ടൻ ചെറിയ പണിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവരെ കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്താണ്. നമ്മുടെ വനയാത്രകൾക്കിടയിൽ നമ്മൾ ഇതുപോലെ ഗ്രാമങ്ങളിലെ വനവാസികളുടെ ജീവിതങ്ങളും കാഴ്ചകളും കഷ്ടപ്പാടുകളൊക്കെ തരികയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പോട്ടമാവ് കോളേജിന് അരിപ്പ വരുമ്പോൾ ഇവരെയൊക്കെ ഒന്ന് കാണണം, സഹായിക്കണം. പന്നി വരുമല്ലോ. മ്ലാവ് ചാടും, ആന മാത്രമേ ചാടാത്തേ ഉള്ളൂ. ആന ചാടത്തില്ല, മ്ലാവും പുലിയും എല്ലാം ചാടും. കാട്ടുപോത്തും ആനയും ചാടത്തില്ല. അപ്പൊ കാട്ടുപോത്തും ആനയും കിടങ്ങിൽ കൂടി ചാടത്തില്ല. ഒരു വാഴ പോലും നടാൻ. അതെ, കൊരങ്ങന്മാർക്ക് പിന്നെ ഒന്നും വേണ്ട, മരത്തിൽ കൂടെ ചാടാലോ. മ്ലാവിന്റെ മുകളിൽ കൂടെ ചാടുമല്ലയോ? ഓ ശരി. അപ്പൊ നമ്മള് കാഴ്ചകളായി പോയി കാണുന്ന സാധനത്തിനെല്ലാം ഇവിടെ നേരിട്ട് കാണുന്നുണ്ട്. അതാണ് നമ്മള് കാഴ്ചകളായി പോയി ആൾക്കാർ ആനയും പുലിയും കടുവയും കാണുന്നത്. ഇവിടെ പുലി വരുന്നുണ്ട്, കടുവയുണ്ട്, കാട്ടുപോത്തുണ്ട്, ആനയുണ്ട്, മ്ലാവും മറ്റുള്ള പന്നിയും ഒക്കെ ചാടിങ്ങി വരുന്നുണ്ട്. അവിടെ കുരങ്ങിരിപ്പുണ്ട്. അപ്പൊ നമ്മള് ഇങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഇരിക്കുന്നത്. വനം കാണാൻ മനോഹരമാണ്, പക്ഷെ ഇവിടെ ജീവിക്കുന്നവർക്ക് വലിയ സന്തോഷമൊന്നുമില്ല, ബുദ്ധിമുട്ടാ. അപ്പോ നമുക്ക് ഇനിയും കാഴ്ചകളുമായി വീണ്ടും എത്താം. രാമേന്ദ്രൻ കാണിച്ചേട്ടനും സുകുമാരൻ കാണിച്ചേട്ടനും ഒക്കെ ഞാൻ അപ്രതീക്ഷിതമായിട്ട് എത്തിയതാണ്. വളരെ സന്തോഷം. അപ്രതീക്ഷിതമായിട്ട് വന്നതാണ്. അപ്പോ നമ്മുടെ യാത്രാ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. വനയാത്രകളും വനവിശേഷങ്ങളും വനവാസികളുടെ വിശേഷങ്ങളുമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ. ഇത് പോട്ടമാവ് കോളനി അരിപ്പ. എത്ര വർഷമായിട്ട് താമസിക്കുന്നുണ്ട്? ഞാൻ താമസം അയച്ചു 22 വർഷം. പിന്നെ പെണ്ണുമായിട്ടൊക്കെ ഞാൻ കല്യാണമൊക്കെ ആയിരുന്നു. ഭാര്യയുടെ സ്ഥലമാണോ? അല്ല, എന്റെ സ്ഥലം തന്നെ. ഞാൻ സമ്മർദ്ദം നടത്തത് ഇവിടെ അതെ, അപ്പക്കുട്ടാകാണി ഉണ്ടല്ലോ, അപ്പക്കുട്ടാകാണി എന്റെ ചേട്ടനാ. നമ്മള് ഈ ഇതെങ്ങനെ ഇവിടുത്തെ ഈ ഗണപതിയൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്ന ആന വരുന്നുണ്ടാണോ? ഇത് ഗണപതി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ ആദിമൂല അദ്ദേഹമാണല്ലോ ദൈവം, നമ്മളെ ദൈവം. അപ്പം പുള്ളിയെ വെച്ച് പൂജിക്കണം, അതാണ് അതിന്റെ നിയമം. അവിടെ എന്തോ അത് ആയിരവല്ലി അരിപ്പൂ ഒക്കെ വരുന്ന സമയത്ത് കാണുന്നില്ല. പിന്നെ അതിന്റെ ചടങ്ങെല്ലാം തീർന്ന് കഴിഞ്ഞ് ഒരു 10-12 കഴിഞ്ഞ് പിന്നെ കാണണം. ഇതൊക്കെ ആന വരുന്ന സ്ഥലമാ. ആന അവിടെ ഇതുകൊണ്ട് ഒരു ആശ്രയാണ്. ഇവിടെ വന്ന് നിൽക്കും. അത് അവിടെ നിന്ന് പന എടുത്ത് അത് ഇപ്പൊ ഇറങ്ങത്തില്ല, കിടങ്ങുണ്ടാണ്ടല്ലേ? ഇനി ഇറങ്ങുന്നില്ല. വർഷമെന്ന് പറയുമ്പോ അപ്പന്മാരൊക്കെ ഇരുന്ന കാലത്ത്
പിന്നെ കല്ല് പ്രതിഷ്ഠ ചെയ്യുക. ഓ കൽപ്രതിഷ്ഠ. അത് ഇല്ലാന്നത് ഉള്ളത് ഭഗവാൻ. പിന്നെ ഈ ഇരിക്കുന്ന എല്ലാം മൂർത്തിമാര്. അത് നാഗരമ്മ, ആളുടെ മരുന്നുള്ള മൂട്ടിയിരിക്കുന്ന നാഗരമ്മ. ഇതിരിക്കുന്ന കാളികള് എല്ലാം കാളിമാര്, അമ്മമാര്. ഭയങ്കര വിശ്വാസമാണ്. വിശ്വാസം തന്നെ. ഉത്സവമൊക്കെ നടക്കാറുണ്ടോ? ഉത്സവം ഇനി ഇത് കഴിഞ്ഞ പിന്നെ വിളിച്ചാൻ കഴിഞ്ഞ പിന്നെ ഉത്സവമാണ്. ഏത് മാസം ഉത്സവം നടക്കുന്നത്? ഇത് മകരം, കുംഭം. ഈ കിടങ്ങുണ്ടായത് ആനകളെ കൊണ്ട് ചേർത്തില്ല. ആ അല്ലെങ്കിൽ ആന താഴെ ആ വഴി കിടങ്ങി വീടിന് മുറ്റത്ത് വരും. ആ ശല്യമൊന്നും നമ്മളെ ചെയ്തില്ല. പിന്നെ വരും പോകും. ആനയില്ലാതെ കടുവയുണ്ട്, പുലിയുണ്ട്, സിംഹം മാത്രമില്ല, ബാക്കിയെല്ലാം ഉണ്ട്. പന്നിയുണ്ട്, കാട്ടുപോത്തുണ്ട്, എല്ലാം ഉണ്ട്. കാട്ടുപോത്ത്, കടമാൻ, അതെല്ലാം ഒക്കെ ഉണ്ട്. ആന വന്നിട്ട് ഇതുവരെ ഇതൊന്നും ഇല്ല. കൽപ്രതിഷ്ഠയാണ് ഇവിടെ. ഓ അപ്പൂപ്പനാണോ? ഇത് ആയുർവില്ലേ? ആയുർവേദ പ്രതിഷ്ഠ. ആയുർവിൽ പ്രദേശ ഇല്ലത് ഇളവതി. മറ്റായിരിക്കുന്ന മൂർത്തിമാര് ഈ കാല് വയ്യാതെ. നേരത്തെ വനത്തിലൊക്കെ ജോലിക്ക് പോയിരുന്നോ? നേരത്തെ പോകും. പിന്നെ മലഞ്ചരക്കന്നെ പോകും. വനത്തിൽ ആണല്ലോ ഞങ്ങൾക്ക് ഈ കുന്തിരിക്കം, തേനും ഇതൊക്കെ എടുത്തു കൊണ്ടുവന്ന സൊസൈറ്റി കൊടുക്കുമ്പോ പൈസ ഇല്ലെങ്കിൽ BSS കൊടുക്കും, ഇല്ലെങ്കിൽ സൊസൈറ്റി കൊടുക്കും. കോട്ടമാവ് കോളനിയിൽ. അപ്പൊ നമ്മുടെ ഈ വീട് ഇരിക്കുന്ന ഭാഗത്തൊക്കെ എല്ലാ മൃഗങ്ങളും ഇറങ്ങിക്കൊണ്ടത്. ഈ മ്ലാവ് വരുന്നുണ്ടല്ലെങ്കിൽ ഈ കടങ്ങെടുത്താലും മ്ലാവ് വരുന്നുണ്ടല്ലേ? ആന മാത്രമേ ഇറങ്ങാത്തേ ഉള്ളൂ. ഇതില് വരും. നടന്ന റോഡിൽ കൂടെ വരും. നമ്മുടെ ശാസ്താ നട പോകുന്ന വഴി. ഇത് സൂക്ഷിച്ചേ കിടക്കാവൂ. കാരണം അവരെ വന്ന് പറയുകയാണ്. ചിലപ്പോ റോട്ട് കൂടാനൊക്കെ എല്ലാം വരും. ഞാൻ കണ്ടിട്ടുണ്ടല്ലേ ആന വരുന്നത്. ശാസ്താ നട പോയപ്പോ ഓപ്പോസിറ്റ് വന്നായിരുന്നു. സൈഡ് ബാധിക്ക് നിന്നിട്ട് പതുക്കെ പോരുന്നു. ചിലത് ഓടിപ്പം നോക്കും. എന്നെ ആന ഓടിച്ചു. ആന ഓടിച്ചെന്ന് പറഞ്ഞാ ഞാനും ഒരു പട്ടിയെന്ന് കുരച്ചു കൊടുത്തു ആന മുമ്പ്. ഞാനിതുപോലെ നിന്ന് ഞാനും പട്ടി ഇതുപോലെ പോയപ്പോ ആന നോക്കി വെക്കായിരുന്നു. ഒരു വിളിയും വെളിച്ചെടുത്ത് ചാടി വന്ന് പിന്നെ ഞാനും പട്ടിയും പോക്കും. ആഹാരം കഴിച്ചോ? എന്തോ കഴിച്ച്? ഉച്ചക്കൊന്നും കഴിക്കൂലേ? ഉച്ചക്ക് വീട്ടുകാരില്ലാതെ എല്ലാം ഇനി ഒരു ആഹാരമൊക്കെ തരുന്നേരോ ഞാൻ വേവിച്ചും ഒക്കെ വേവിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ തിന്നണ്ട് നമുക്ക്. രാവിലെ കഴിക്കോ? രാവിലെ ഈ ഉച്ചക്ക് പുട്ട് കഴിച്ചു. കാലെന്ത് പറ്റിയതാ? കാല് ബാധ. അതല്ലേ. ഒരുപാട് വർഷമായോ? എത്ര വയസ്സുണ്ട് ഇപ്പം? എനിക്ക് 85. 85 വയസ്സുണ്ട്. എനിക്ക് വേസവാസത്തിന് 1 വയസ്സാണ്. ചേട്ടന് 1 വയസ്സാ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും രക്തപ്രസവിച്ചതാണ്. അറിയാമോ? പാട്ടിലെ പാട്ട് വല്ലോ? നമ്മുടെ ഇവിടുത്തെ പാട്ടൊക്കെ ചാറ്റ് പാട്ട അറിയാമോ? തുറന്ന് പാടിയേ നോക്കട്ടെ. അത് ഇത് ചൂത അവളെ പാടി വരുമ്പോ ആ പാട്ട് അഞ്ചു വരുമ്പോ നാവില പോവേ അയലാലെ ജനിച്ചതല്ല നീയെന്നെ പിള്ളേരോ അയലാലെ എന്നുവാനോ ഞാനറിയാ ഒന്നര ഒന്നും തിരിമേനി ആയനോട് നമ്മളെ എന്ന് വാക്കുകളറിയും മുതൽ
ഇങ്ങനെയാണ് ചാറ്റ്. റോഡ് കൂടെ വരും, വന്ന് പിഴഞ്ഞ് കയറിയേ അറിയൂ. ആ അതാണ്. ചവിട്ടിക്കുന്നില്ലായിരുന്നു. ആ ശ്വാസം ഒരു ഒരു പണിക്ക ചെറുക്ക് മുന്നിൽ പെട്ടല്ലോ. മുന്നിൽ പെട്ടെന്ന് പറഞ്ഞിരുന്ന കുളം പിടിച്ചുകൊണ്ടല്ലേ ചെന്നത്. ആന വന്ന ചൂരൽ മറഞ്ഞു തന്നെ ചെന്ന് കയറാനും ഓട്ടിച്ച് കൊണ്ടുപോയി അത്രയും ദൂരം ചെന്ന് തള്ളിയിട്ട് ചവിട്ടി ആനയുണ്ടല്ലോ ഈ ശാസ്ത്രനടയില്. ഉണ്ടെന്നെ റോഡിലേക്ക് നടന്നേ വരൂ. അത് നമ്മൾ പോകുമ്പോ രണ്ട് സൈഡിലും നോക്കി പോയാ ഒന്നുമില്ല. പക്ഷെ നോക്കാതെ തന്നെ കേറുമ്പോ ആന എടുക്കും, പാൽ ഓട്ടിച്ചുകയും ചെയ്യും. നമ്മൾ ആകെ കിടന്ന് വെള്ളം വിളിച്ചു. എടനെയൊക്കെ ഓടിച്ചിട്ടുണ്ട് അവിടെ ആന. എന്നെ വനത്തും വെച്ചൊക്കെ ഓട്ടിച്ചു. ഇപ്പൊ കുന്തിരിക്കൊക്കെ ഉണ്ടോ വനത്തില്? ഉണ്ടല്ലോ. ഇപ്പൊ ആരുമില്ല. ഇപ്പൊ മൃഗങ്ങളുടെ ശല്യം കൂടുതലുണ്ടായാലും വനത്തിൽ കയറുന്നില്ലല്ലേ? മൂട്ടിപ്പഴം ഇഷ്ടം പോലെ ഇപ്പൊ അല്ലേ? മൂട്ടിക്കായ ആവശ്യം പോലെ.